ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടും പപ്പയ്യ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തൊലിയെല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കതരിഞ്ഞെടുക്കാം. പപ്പയ്യ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പപ്പയ്യ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാക്കി നമുക്ക് ഒന്ന് ചൂടാകാൻ കൊടുക്കാം. വേവരുത്. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതുണ്ടാക്കുന്നതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ നോക്കാം. 2 കപ്പ് പപ്പയ്യ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/4 കപ്പ് കോൺഫ്ലവർ. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പ്. ഇനി നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം, മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് വറുത്ത് കോരിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് അതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പപ്പയ്യ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.